ഹായ്, ഇന്ന് നമ്മളൊരു ബേൽപൂരിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു പൈനാപ്പിൾ എടുത്തു വെച്ചിട്ടുണ്ട്. അത് നമുക്കൊരു ചെറിയൊരു ഭാഗം മതിയാവും. അപ്പോൾ ഇതുപോലെ തൊലി കളഞ്ഞ് അതിൻ്റെ മുള്ളിലുള്ള ഭാഗങ്ങളെല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ചെറിയ ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ പൈനാപ്പിൾ എടുക്കുന്ന സമയത്ത് ഒരുപാട് പുളിയുള്ള പൈനാപ്പിൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതൊരു സ്ട്രീറ്റ് ഫുഡാണ്. കുറച്ച് പുളിപ്പും മധുരവും അതുപോലെ തന്നെ ക്രഞ്ചി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത് മതി. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഒരു മീഡിയം സൈസുള്ള സവോളയുടെ ഒനിയൻ്റെ പകുതി ഭാഗം ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. അതും മീഡിയം സൈസുള്ള ടൊമാറ്റോയുടെ പകുതി ഭാഗം മതിയാവും. ഇനി അതിലേക്ക് ചേർക്കുന്നത് കുക്കുംബറാണ്. കുക്കുംബറിൻ്റെയും ചെറിയൊരു മീഡിയം സൈസുള്ള കുക്കുംബറിൻ്റെ പകുതി ഭാഗം മതിയാവും. ഞാനിപ്പോൾ ഇവിടെ ഇംഗ്ലീഷ് കുക്കുംബറാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഉൾവശത്തുള്ള ഭാഗം ഒന്ന് മാറ്റി കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് വാട്ടറി കണ്ടൻറ്റ് കൂടുതലായിട്ട് വെള്ളം വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഭാഗം ഒഴിവാക്കിയിട്ട് ബാക്കി ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഒരു ക്യാരറ്റിൻ്റെ ഒരു പകുതി ഭാഗം ക്യാരറ്റിൻ്റെ പകുതി ഭാഗം ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊരു കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൈനാപ്പിളിൻ്റെ പകുതി ഭാഗം മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ബാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചക്കറി എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1 കപ്പ് അളവിൽ പൊരി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് അളവിൽ യെല്ലോ മിക്സ്ചറാണ് ചേർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ റോസ്റ്റ് ചെയ്തിട്ടുള്ള പീനട്ട് ചേർത്ത് കൊടുക്കാം. ഇനി മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ്, 1/4 ടീസ്പൂൺ അളവിൽ ചാറ്റ് മസാല, ടാമറിൻ്റെ ചട്നിയാണ് ചേർക്കുന്നത്. ടാമറിൻ്റെ ചട്നിയുടെ റെസിപ്പി ഞാൻ ഓൾറെഡി ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കുക. അതുപോലെ തന്നെ മിൻറ്റ് ചട്നി. ഈ 2 ചട്നിയുടെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഈ ചട്നി ഒഴിവാക്കരുത്, കാരണം ഇതാണ് മെയിനായിട്ടുള്ള കാര്യം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഈ പാത്രത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്താൽ പോരാ. സ്ട്രീറ്റ് ഫുഡ് ആയതുകൊണ്ട് തന്നെ പാത്രത്തിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. ഇത് നമ്മൾ കുക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊരിയെല്ലാം കൂടെ തണുത്ത വെള്ളമായി കേടായി പോകും. അപ്പോൾ നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ബൈ.